ഫ്രൈഡേ മോർണിംഗ് ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റ് വെൺപൊങ്കലാണ്. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. ഒരു 1/4 കപ്പ് ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് 1 കപ്പ് റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകി കുക്കറിലോട്ട് മാറ്റുക. ഞാനൊരു 3.5 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇവിടെ ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് മൂടി വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കുക. ആ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളകും ജീരകവും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. 4 വിസിലിന് ശേഷം ഇതാ നമ്മളെ പൊങ്കൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു സ്പൂൺ ഗീ കൂടെ ചേർത്തിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ. ഭയങ്കര ലൂസല്ല, ഒരു അധികം തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ വേണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. നമുക്കിതിലോട്ട് താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ ഗീയാണ് ഒഴിക്കുന്നത്. ഗീ ചൂടായി വരുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചി ചേർക്കണം. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലോട്ട് കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്. രണ്ടും ചൂടായതിന് ശേഷം നമ്മൾ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പെപ്പറും നമ്മളോട് ജീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, അതൊരു ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ പൊങ്കലിലോട്ട് താളിപ്പ് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റിനും നമ്മളെ ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ പറ്റിയ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ സാമ്പാറുണ്ട്, പിന്നെ തേങ്ങാ ചട്നി ഉണ്ട്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ.